ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം. കർമ്മയോഗത്തിലെ 25 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചത്. എല്ലാ വ്യാഴാഴ്ചയുമാണ് നമ്മൾ ഭഗവത്ഗീതയുടെ ക്ലാസ് ഇടുന്നത്. 25 ശ്ലോകങ്ങൾ നമ്മൾ അർത്ഥം സഹിതം പഠിച്ചു. ആ ശ്ലോകങ്ങളിലെല്ലാം തന്നെ ഭഗവാൻ കർമ്മം ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ ജോലി, അത് ഓരോരുത്തർക്കും ജോലികൾ വ്യത്യസ്തമായിരിക്കും. അവരവർക്ക് പറഞ്ഞിരിക്കുന്ന ജോലി, ആ ജോലി എന്താണോ ആ ജോലി ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കാനാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധവും അത് തന്നെയാണ്. നമ്മുടെ ജോലി ഒന്നും ചെയ്യാതെ, അതായത് നമ്മളൊന്ന് ആലോചിക്കുക പോലുമില്ല എന്തു ചെയ്യണം എന്ന ഒരു ചിന്ത പോലും ഇല്ലാതെ നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കും. എനിക്ക് പണമില്ല, അല്ലെങ്കിൽ എനിക്ക് അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല, എനിക്ക് വീട് വെക്കാൻ സാധിക്കുന്നില്ല, കടം മാറുന്നില്ല, ഇങ്ങനെ പലതരത്തിലുള്ള കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം വിധിയെ പഴിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഇരിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും എങ്ങനെ നമുക്ക് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാം, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന ചിന്ത പലപ്പോഴും നമ്മൾ ചെയ്യില്ല. നമ്മൾ ഇരിക്കുന്ന ആ ഒരു പ്രതലത്തിൽ നിന്ന് നമുക്ക് മാറാൻ പോലും നമുക്ക് പറ്റില്ല. അങ്ങനെയുണ്ട് ചില മനുഷ്യര്. ഇതുവരെ അവര് ചെയ്തു ശീലിച്ചു കൊണ്ടിരുന്ന ആ കാര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ പോലും അവർക്ക് സാധിക്കുകയില്ല. എന്തിന്, താമസിച്ചു കൊണ്ടിരിക്കുന്ന ആ വീടും നാടും ഒന്ന് ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പ്രദേശത്ത് പോയി ജീവിക്കാൻ പോലും, ഈ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ ഇതുവരെ താമസിച്ചു കൊണ്ടിരുന്ന നാട്ടിലും വീട്ടിലും നമുക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയാണെങ്കിൽ പോലും കുറച്ചു കാലത്തേക്കെങ്കിലും ഒന്ന് മാറി നിന്ന് ഒരു തൊഴിലെടുക്കാം എന്ന ചിന്ത പോലും നമുക്കില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നിരന്തരം നമ്മുടെ വിധിയെ കുറ്റം പറഞ്ഞുകൊണ്ട് പഴിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്യില്ല. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അങ്ങനെ പാടില്ല. നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ ജോലി അത് കണ്ടെത്തി കൃത്യമായി ചെയ്താൽ അവിടെ ഈശ്വരൻ ഉണ്ടാകും എന്നാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്. എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, ക്ഷത്രിയന്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക, രാജ്യത്തെ പരിപാലിക്കുക എന്നുള്ളത്. അതെനിക്ക് ചെയ്യാൻ വയ്യ, എനിക്ക് അങ്ങനെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ സ്വജനങ്ങളെ എൻ്റെ ജനങ്ങളെ ഞാൻ ഉപദ്രവിച്ചാൽ, അവരോട് യുദ്ധം ചെയ്താൽ എൻ്റെ ശ്രേയസ്സിന് അത് അകീർത്തികരമുണ്ടാക്കും, കീർത്തി ഉണ്ടാക്കില്ല, എനിക്കത് ദോഷമുണ്ടാക്കും, അതുകൊണ്ട് ആളുകൾ എന്നെ കുറ്റം പറയും, അതുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാനങ്ങ് കാട്ടിൽ പോയിരുന്ന് തപസ്സു ചെയ്യാമെന്നാണ് അർജുനൻ കൃഷ്ണനോട് പറയുന്നത്. ഇല്ലേ, എന്തൊരു എളുപ്പമാണ്. നമ്മളും പലപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്, അല്ലെ? പ്രശ്നങ്ങളെ നേരിടാതെ നമ്മൾ ഒളിച്ചോടും. എന്നിട്ട് ഏതെങ്കിലും ആശ്രമത്തിലോ അമ്പലങ്ങളിലോ പോയിരുന്ന് ധ്യാനിക്കും. ഒരിക്കലും പ്രശ്നത്തെ നേരിടാൻ നമുക്ക് പറ്റുന്നില്ല. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പരാജയം ആരംഭിക്കുന്നത്. അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്നതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെ? അതില് ഭാര്യയും കുട്ടികളെയും ഒന്നും നോക്കാൻ വയ്യാത്ത ആര്? ശ്രീനിവാസൻ നേരെ എവിടേക്ക് പോകുന്നു? ഒരു ആശ്രമത്തിലേക്ക് പോയിട്ട് സന്യസിക്കാനായിട്ട് പോകുന്നു, ഇല്ലേ? അവിടെ ചെന്നിരിക്കുകയാണ്. എന്തിനാണ്? തൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും തനിക്ക് നടപ്പിലാക്കാൻ വയ്യ, നടത്താൻ വയ്യ, ഭാര്യയും കുട്ടികളെയും ഒന്നും നോക്കാൻ വയ്യ, ഒരു ജോലിയുണ്ട് ആ ജോലിക്ക് പോകാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. എത്രയും നല്ലത് സന്യസിക്കുന്നതാണ്. അവിടെ ആകുമ്പോൾ വെറുതെ ഇരുന്നാൽ മതിയല്ലോ എന്ന ചിന്തയിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ചെന്നിട്ട് അയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റിയോ? ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്തം അത് കൃത്യമായി ചെയ്യണം. ഇവിടെ അർജുനന്റെ ഉത്തരവാദിത്തം യുദ്ധം ചെയ്യുക, രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാതെ കാട്ടിലേക്ക് പോയി ഇരിക്കാൻ പാടില്ല എന്ന് കൃഷ്ണൻ പറയുന്നു. അതുകൂടാതെ താൻ കർമ്മം ചെയ്യുന്നുണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് താൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നുകൂടി കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അതായത് താൻ യുദ്ധം ചെയ്യുന്നു, ഇവിടെ ഇപ്പോൾ തന്നെ സാരഥിയായിട്ട് അർജുനന്റെ കൂടെ വന്നിരിക്കുന്നു. എന്തിനാണ്? കൃഷ്ണൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇവിടെ വന്ന് അർജുനന്റെ തേരാളിയായിട്ടിരുന്ന് യുദ്ധം ചെയ്യേണ്ടെന്ന ആവശ്യം എന്താണ് കൃഷ്ണന്? ഒരു ആവശ്യവുമില്ല. ഭഗവാനാണ്. വേണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി, ഈ പറഞ്ഞ കൗരവരും എല്ലാവരും നശിച്ച് പോകും. പക്ഷെ അതൊന്നും ചെയ്യാതെ താൻ ജോലി ചെയ്ത്, താൻ കർമ്മം ചെയ്ത്,
താൻ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ളവർ അത് അനുകരിക്കുന്നതിന് വേണ്ടി. അത് നമ്മൾ അനുകരിക്കും. ഭഗവാൻ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അതും നമ്മൾ അനുകരിക്കും. അതായത് നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ, അവര് മോഷ്ടിക്കും, അല്ലെങ്കിൽ അവർ പല വാഗ്ദാനങ്ങളും പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കും. അതിന്റെ താഴെ വരുന്ന അനുയായികളും നേതാവ് എന്താണോ ചെയ്യുന്നത് അത് തന്നെ തുടർന്നു പോകും. പക്ഷെ ഒരു നല്ല നേതാവിന്റെ കൂടെ നിൽക്കുന്ന അനുയായികൾ എന്ത് ചെയ്യും? അവര് നല്ല അനുയായികളായിട്ട് മാറും. പക്ഷെ ഒരു മോശപ്പെട്ട നേതാവിന്റെ കൂടെ നിൽക്കുന്ന അനുയായികളോ അവരും മോശമായിരിക്കും. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ജോലി ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരത് കണ്ടു പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു മാതൃകയാകുന്നതിന് വേണ്ടിയിട്ടാണ്, ഭഗവാനെ മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്. 26ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ന ബുദ്ധിഭേദം ജനയേ അജ്ഞാനാം കർമ്മസംഖ്യനാം ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. എന്താണ് ഇതിന്റെ അർത്ഥം? ജ്ഞാനി ഫലസംഘത്തോടെ കർമ്മം ചെയ്യുന്ന അവിവേകികൾക്ക് അല്ലെങ്കിൽ അജ്ഞാനികൾക്ക് സംശയവും തെറ്റിദ്ധാരണയും ഉണ്ടാക്കരുത്. സർവത്ര സത്യം കണ്ട് ആനന്ദിച്ചുകൊണ്ട് കർമ്മങ്ങൾ വേണ്ടിടത്ത് വേണ്ടതുപോലെ അനുഷ്ഠിച്ച് എല്ലാ കർമ്മങ്ങൾക്കും നേർവഴി തെളിക്കണം. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. എല്ലാ മനുഷ്യരും എന്താണ്? ഫലം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അങ്ങനെയുള്ള അജ്ഞാനികളാണ് ഈ ലോകം മുഴുവനും ഉള്ളത്. ഓരോ മനുഷ്യരും. ഒരാൾക്ക് നമ്മളൊരു ഉപകാരം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു 10 രൂപ ഒരാൾക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ ആരെയെങ്കിലും നമ്മളൊന്ന് സഹായിച്ചാൽ നമുക്ക് എന്താണ് തിരിച്ചു കിട്ടുന്നത് എന്ന ചിന്തയോടെ അല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനും ഒരു കാര്യവും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് കലിയുഗത്തിൽ. അങ്ങനെയുള്ള അജ്ഞാനികൾക്ക് ജ്ഞാനികൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. അതായത് ജ്ഞാനികളാണ് എന്ന് നടിക്കുന്ന അല്ലെങ്കിൽ ആ നിലയിലിരിക്കുന്ന ആളുകള് ഫലസംഘത്തിന് വേണ്ടി കർമ്മം ചെയ്താൽ അജ്ഞാനികളാകുന്ന മനുഷ്യരും എന്തു ചെയ്യും? അത് കണ്ട് അനുകരിക്കും. ഇവിടെ ഒരു ജ്ഞാനി അജ്ഞാനികൾക്ക് എങ്ങനെ അവന്റെ കർമ്മം അനുഷ്ഠിക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അവരെ ഒരിക്കലും തെറ്റായ മാർഗത്തിലേക്ക് നയിക്കാൻ പാടില്ല. അവരെ ഉപദേശിക്കണം. നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല കർമ്മങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് അവർക്ക് മാതൃക ആകണം എന്ന് പറയുന്നു. കൃഷ്ണൻ പാർത്ഥന്റെ തേരാളിയായി ഗീത ഉപദേശിച്ചതും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ലോകത്തിന് നന്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ സ്വന്തം കർമ്മങ്ങളിൽ നിന്ന് മാറി നിന്നാൽ അനുകരണാഭ്രമമുള്ള ജനഹൃദയം സംശയിക്കും. അങ്ങനെ സംശയിച്ചാൽ ഒരു വ്യക്തിയുടെ ഗുണകർമ്മങ്ങൾക്ക് വിപരീതമായി ഉപദേശിച്ചാൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്യും. സംശയവും തെറ്റിദ്ധാരണയുമാണ് എന്ത്? ബുദ്ധിഭേദം. ഒരു സത്യദർശി മറ്റുള്ളവരുടെ ബുദ്ധിഭേദത്തിന് ഒരിക്കലും കാരണക്കാരനായി തീരാൻ പാടില്ല. പക്ഷെ പലപ്പോഴും അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു ഗുരു, നമ്മൾ ഒരു ഗുരുവായി ഒരാളെ കാണുന്നു, അല്ലെങ്കിൽ ഒരു നേതാവായി നമ്മൾ ഒരാളെ കാണുന്നു. പക്ഷെ അവര് ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോഴാണ് നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ സന്യാസിമാര് ചെയ്യുമോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഒരു നേതാവ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇങ്ങനെ ഒരു സംശയം വരും. ആ സമയത്താണ് ഈശ്വരൻ പോലും ഇല്ല എന്ന ചിന്തയൊക്കെ നമുക്കുണ്ടാകുന്നത്, അല്ലെ? നമ്മൾ ചിലപ്പോൾ ചില ആശ്രമങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ മഠങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ അവരുമായി ബന്ധപ്പെട്ടിരിക്കുക, അവിടുത്തെ ഗുരു പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുക, അനുകരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മഠാധിപതി അല്ലെങ്കിൽ അവിടുത്തെ ഗുരു എന്താണ് ഒരു മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് നമുക്ക് എന്ത് മനസ്സിലാകുന്നത്? ഓഹോ, അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ പൊതുവായൊരു ധാരണ നമ്മളുണ്ടാവും, എല്ലാ സന്യാസിമാരും മോശമാണ്, അല്ലെങ്കിൽ എല്ലാ മഠങ്ങളും മോശമാണ് എന്ന ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഇപ്പോൾ ശബരിമല ക്ഷേത്രം, അവിടെ കൊള്ള നടക്കുന്നു. ആ സമയത്ത് പല നിരീശ്വരവാദികളും നമ്മളോടൊക്കെ ചോദിച്ച ചോദ്യമാണ്, അയ്യപ്പൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ? അല്ലെങ്കിൽ അയ്യപ്പനാണോ ഇവരെ കൊണ്ട് ഇതൊക്കെ
ചെയ്യിക്കുന്നത്. അയ്യപ്പന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും കൊള്ളയുടെ ഭാഗമാകുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഈശ്വരൻ ഇല്ല എന്ന ചിന്തയ്ക്ക് അതോടുകൂടി കൂടുതൽ ഒരു അടിസ്ഥാനം ഉണ്ടാകുന്നു എന്ന നിലയിൽ നിരീശ്വരവാദികൾ സംസാരിക്കുന്നു. പിന്നീട് നമുക്ക് അവരെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടുന്ന അവസ്ഥയാണ് പിന്നീട് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മുമ്പിൽ ഈശ്വരന് പ്രതിരൂപമായി അല്ലെങ്കിൽ ഈശ്വര തുല്യമായി നമ്മൾ കാണുന്ന പല മനുഷ്യരും ഇതിന്റെ ഭാഗമാകുന്നു എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കേണ്ടവര്, നമ്മുടെ നേതാവായി നിൽക്കേണ്ടുന്ന ആളുകള് ഈ വിധത്തിൽ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. അതോടുകൂടി നമുക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ പാടില്ല എന്നാണ് ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് അന്നത്തെ കാലത്ത് പാണ്ഡവരെ അനുകരിക്കും ജനങ്ങൾ. കാരണം അവരുടെ രാജാവാണ്. രാജാവിനെ ഈശ്വരന് തുല്യം കാണുന്ന പ്രജകളാണ് അവിടെ ഉള്ളത്. രാജാവ് ഈശ്വരനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ്, ദൈവം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ രാജാവിലൂടെ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയാണ്, ആരാധനയുള്ള മനുഷ്യരാണ്. ആ സമയത്ത് അർജുനൻ എന്തു ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിരിക്കുന്ന ഒരുപാട് ജനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അർജുനൻ അവിടെ ശരിയായ കർമ്മങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ജനങ്ങൾ അത് കണ്ട് അനുകരിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ഒരാവശ്യവുമില്ല, എന്നിട്ടും ഞാൻ നിരന്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലിയുടെ പ്രാധാന്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു മദ്യപാനിയായ അച്ഛൻ വർഷങ്ങളോളം അയാൾ മദ്യപിച്ച് ഭാര്യയും മക്കളെയൊക്കെ ഉപദ്രവിച്ച് ഏറ്റവും അവസാനം വയസ്സായി ഒരു രോഗിയായി ഇപ്പോൾ മദ്യപിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. ആ സമയത്ത് ഈ അച്ഛൻ എന്ത് ചെയ്യും? നല്ല മാന്യനാകും. അയാള് മദ്യം കണ്ടിട്ടേ ഇല്ല എന്ന നിലയിലായിരിക്കും പിന്നീടുള്ള അയാളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. ആ സമയത്ത് അയാളുടെ മകനോ മരുമകനോ ആരെങ്കിലും മദ്യപിച്ചുകൊണ്ട് ആ വീട്ടിൽ വരികയാണെങ്കിൽ ഈ അച്ഛൻ എന്ത് ചെയ്യും? ഉപദേശിക്കും. ആ സമയത്ത് ഈ മക്കളും മരുമക്കളും എന്താണ് തിരിച്ചു ചോദിക്കുന്നത്? അച്ഛന് ഇത് ഉപദേശിക്കാനുള്ള എന്ത് അവകാശമാണ് ഉള്ളത്? അച്ഛൻ ഞങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളത് ഇതല്ലേ എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ടാകും. ആ സമയത്ത് അച്ഛന് മറുപടി ഉണ്ടാവുകയില്ല. ഇതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കാരണം അർജുനനായാലും കൃഷ്ണനായാലും ജോലി ചെയ്ത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം, നല്ല കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അജ്ഞാനികളായ മനുഷ്യർ ഇത് കണ്ട് അനുകരിക്കുകയുള്ളൂ. ഇതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അജ്ഞാനികൾക്ക് ഒരിക്കലും ജ്ഞാനികൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. അക്കാര്യമാണ് വീണ്ടും വീണ്ടും കർമ്മയോഗയിലൂടെ കൃഷ്ണൻ പറയുന്നത്. 26-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ജോലി ചെയ്യുക, ജോലി ചെയ്തിട്ട് ഈശ്വരനെ വിളിക്കുക. എങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നും ഒരു സ്റ്റെപ്പ് പോലും എടുക്കാതെ വെറുതെ വിളക്ക് തെളിയിച്ചിരുന്ന് നാമം ജപിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ നമുക്കൊരു ഉത്തരം, പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടാത്ത അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ആ സമയത്ത് വിളക്ക് തെളിയിച്ച് നാമം ജപിച്ചു കഴിഞ്ഞാൽ ചില വഴികൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ച് നമ്മുടെ കർമ്മം ചെയ്യണം. ഇതൊക്കെയാണ് പ്രാർത്ഥനയിലൂടെ നമ്മൾ നേടുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. പല വഴികളും നമ്മുടെ മുമ്പിലേക്ക്, കർമ്മം ചെയ്യാനുള്ള പല വഴികളും നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും. തെളിഞ്ഞു വരുന്ന ആ വഴികളിലൂടെ കൃത്യമായി സഞ്ചരിക്കുക. ശരിയായ വഴി നമ്മുടെ മുമ്പിൽ തെളിയുന്നതിന് വേണ്ടി നാമം ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്നാൽ പിന്നെ ജോലി എടുത്താൽ പോരെ, എന്തിനാണ് അമ്പലത്തിൽ പോകുന്നതും വിളക്ക് തെളിയിക്കുന്നതും നാമം ജപിക്കുന്നതും എന്ന ഒരു ചോദ്യവും ഇവിടെ ഉണ്ടാകും. നമുക്ക് പല സമയത്തും ശരിയായ വഴികൾ നമ്മുടെ മുമ്പിൽ തെളിയില്ല. പല തടസ്സങ്ങളും വരും, പല തെറ്റിദ്ധാരണകളും ഉണ്ടാകും. ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി ശരിയായ വഴി തെളിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നാമം ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ. പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, എനിക്ക് എത്രയെത്ര നല്ല കല്യാണാലോചനകൾ വന്നതാണ്, അന്ന് ഞാൻ അതൊന്നും സമ്മതിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാര് അത് സമ്മതിച്ചില്ല, എന്നിട്ട് എനിക്കിപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഈ ബന്ധം എനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നു, അതുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയി എന്ന
പരാതി പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ആ സമയത്ത് നമുക്കൊരു ശരിയായ തീരുമാനം എടുക്കാൻ പറ്റിയില്ല. ആ ശരിയായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിളക്ക് തെളിയിക്കുന്നതും നാമം ജപിക്കുന്നതും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങളും ഉണ്ടാകും തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥ വരും. ആ സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ഒരു വഴി തെളിഞ്ഞു വരണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളിൽ നമുക്കൊരു ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ വിളക്ക് തെളിയിക്കുന്നതും നാമം ജപിക്കുന്നതും ഒക്കെ തന്നെ. നമുക്കൊരു പ്രൊട്ടക്ഷൻ അതിനു വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ നമ്മൾ ജോലി ചെയ്യാതെ നാമം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, സന്യസിക്കാൻ പോയത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു രക്ഷയും ഉണ്ടാകില്ല എന്നുകൂടി ഭഗവാൻ ഇവിടെ പറയുന്നു. അതുകൊണ്ടാണ് അർജുനനോട് നീ കാട്ടിലൊന്നും പോയി സന്യസിക്കേണ്ട, നീ പോയി യുദ്ധം ചെയ്യൂ, രാജ്യം ഭരിക്കൂ എന്ന് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. നമ്മളോടും അത് തന്നെയാണ് പറയുന്നത്. അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ജോലികൾ പറഞ്ഞിട്ടുണ്ടാകും. ആ ജോലികൾ, അല്ലാതെ നമ്മളോട് യുദ്ധം ചെയ്യാൻ പോകാനല്ല പറഞ്ഞത്. നമുക്ക് ഓരോ ജോലികൾ ഉണ്ടാകും. ആ ജോലികൾ കൃത്യമായി ചെയ്യുക, എന്നിട്ട് നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് ഈശ്വരൻ നൽകും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കണ്ടാണ് മറ്റുള്ളവർ പഠിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.